അസ്സലാമലൈക്കും ഗായ്സ്. ഇന്ന് പഴയകാല ഒരു ഓർമ്മ പുതുക്കലിന്റെ ഭാഗമായി ഞാൻ കപ്പയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നല്ല കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഇത് ചെയ്യാമെന്ന് കരുതിയത്. കപ്പ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ടുകൊടുത്തു. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു. ഇവിടെ 3 വിസിലാണ് വന്നത്. അപ്പോഴേക്കും കപ്പ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ തേങ്ങയ്ക്കെല്ലാം നല്ല വിലയുള്ളത് കൊണ്ട് കുറച്ച് തേങ്ങ ചിരവിയത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. 4 പച്ചമുളക്, 6 ചുമന്നുള്ളി, 7 ചെറിയ എല്ലി വെളുത്തുള്ളി എന്നിവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതൊന്ന് ചമ്മന്തിയാക്കി എടുക്കാം. ഞാനിവിടെ ചമ്മന്തിയാക്കി വെച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഉപ്പിട്ടിട്ടില്ല എന്ന്. അങ്ങനെ വീണ്ടും ഉപ്പിട്ട് ഒന്നും കൂടി ക്രഷ് ആക്കിയതാണിത്. ഇനി നമ്മുടെ പ്രഷർ കുക്കറിന്റെ വിസിലെല്ലാം പോയി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഈ ഒരു കപ്പ നന്നായി വെന്തിട്ടുണ്ട്. ഇതിന്റെ വെള്ളം നമുക്ക് ഊറ്റിയെടുത്ത് ഈ ഒരു കുക്കറിൽ ഇട്ട് തന്നെ ഇത് നന്നായി ഒന്ന് ഉടച്ചെടുക്കുക. ചൂടോട് കൂടി തന്നെ മിക്സ് ചെയ്തെടുത്താൽ ഇത് നന്നായി ഉടഞ്ഞു കിട്ടും. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1/2 ടീസ്പൂൺ കടുക്, 4 വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില എന്നിവയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച കപ്പ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ചമ്മന്തിയും ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് മാത്രം കുക്ക് ചെയ്തെടുക്കുക. ഈ ഒരു കപ്പയും ചമ്മന്തിയും അങ്ങനെ നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള കപ്പപ്പുഴുക്കെന്നോ കപ്പച്ചമ്മന്തി എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരിട്ട് നിങ്ങൾക്ക് വിളിക്കാം. പക്ഷെ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഇതിന്റെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി ചമ്മന്തി കൂടി ഞാൻ ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. ഇതിനാവശ്യമുള്ളത് ചുമന്നുള്ളി, വറ്റൽമുളക്, പുളി എന്നിവയാണ്. ചെറിയൊരു പാത്രം അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റൽമുളക് അതിലേക്കിട്ട് നന്നായി ഒന്ന് ചുവപ്പിച്ചെടുക്കുക. ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ 12 ചുമന്നുള്ളിയാണ് ഇട്ട് കൊടുത്തത്. അതിന്റെ കൂടെ തന്നെ കുറച്ച് പുളിയും കൂടി അതിലിട്ടുങ്ങാണ്ട് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു രൂപത്തിലേക്ക് ആവുമ്പോഴേക്കും ഇതൊന്ന് മാറ്റിയെടുക്കാം നമുക്ക്. ഇനി ഇത് നന്നായി ചൂട് തണിഞ്ഞതിന് ശേഷം നമ്മുടെ മിക്സിയിലിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അരവുകല്ലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അരച്ചെടുത്താൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. എന്റെ കയ്യിൽ അമ്മിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ മിക്സിയിലിട്ടുകൊണ്ട് തന്നെ ഇത് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിക്കുന്ന സമയത്ത് ശകലം ഉപ്പ് കൂടി ഇട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു രൂപത്തിലായിരിക്കും നമ്മുടെ അടിപൊളി ചമ്മന്തി കിട്ടുക. മുളക് ചമ്മന്തി അടിപൊളി ടേസ്റ്റ് ആണ്. ഈ ഒരു കപ്പയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ഒരു കോംബോയാണിത്. ശരിക്കും ഇന്നത്തെ കാലത്ത് അൽഫാമോ മന്തിയൊക്കെയാണ് നമുക്ക് ശരിക്കും ടേസ്റ്റ് ഉള്ളത്. പക്ഷെ അതിനെല്ലാം വെല്ലുന്ന ഒരു ഐറ്റമാണ്. പണ്ടത്തെ എല്ലാം വീടുകളിൽ മിക്കവാറും ഈവനിങ് ഒക്കെ ആകുന്ന സമയത്ത് ഈ ഒരു ഐറ്റം എന്തായാലും ഉണ്ടാകും. പക്ഷെ ഇന്നത്തെ വീടുകളിൽ ഇത് കാണാൻ തന്നെ ഇല്ല. ഇപ്പോഴും നിങ്ങളാരും ചെയ്യാത്തവരാണെങ്കിൽ ഒരു ഓർമ്മ പുതുക്കലിന്റെ ഭാഗമായി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.